ഇതുവരെയും പുട്ടിടലി ചപ്പാത്തിയെ മാത്രം അന്വേഷിച്ചു നടന്ന് അതേ മരണത്തിലേക്ക് പോവുക. പക്ഷെ ഇവിടെ പറയാണ്, മനുഷ്യനെന്ന് പറയുന്ന അത് മാത്രമല്ല വേണ്ടത്, മനുഷ്യന് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം വേണം. ശ്രദ്ധിച്ച് കേൾക്കുക, എഴുതപ്പെട്ട വചനം വേണമെന്നല്ല പറഞ്ഞേ, ശ്രദ്ധിച്ച് കേട്ടെ. പകരം എഴുതുന്ന വചനം വേണം, വായിൽ നിന്ന് വരുന്ന വചനം വേണം. എഴുതപ്പെട്ട വചനം നല്ലതാ, അതിലൂടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, അറിവ് കിട്ടും, ദൈവത്തിന്റെ ചിന്ത ഇന്നതാണെന്ന്. പക്ഷേ വായിൽ നിന്ന് വരുന്ന വചനത്തിലൂടെ ജീവൻ വരും. ഇതാണ് ആത്മാവ് സഭകളോട് പറയുന്നത്. എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് ദൈവത്തിന്റെ വായിൽ നിന്ന് ഡയറക്റ്റ് കയറുന്ന വചനമാണ്. ദൈവം ഒന്ന് ജനിക്കുന്നതൊക്കെ ഈ ലോകത്തെ ജയിക്കുന്നു. വായിൽ നിന്ന് വരുന്ന വചനം അത് കേട്ട് ചെയ്യണം. എഴുതപ്പെട്ട വചനം അക്ഷരം വായിച്ച് ചെയ്യണം. യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വചനം കേട്ട് ചെയ്യണം. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു ഗിരിപ്രഭാഷണം കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ഈ വചനങ്ങളെ വായിച്ചു ചെയ്യുന്നവനൊക്കെ എന്നല്ല പറയണേ, എൻ്റെ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും. കേട്ട് ചെയ്യണം.